ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വെൽഡിംഗ് ഡിഫക്ട്സ്, അതായത് ഒരു വെൽഡിങ് നടക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന കേടുപാടുകൾ, അതിനുള്ള പ്രതിവിധികൾ, അതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. വെൽഡിംഗ് ഡിഫക്ട്സ്. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. ഡെഫിനിഷൻ ഓഫ് എ ഡിഫക്റ്റ്. എന്താണ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. A defect is one which does not allow the finished joint to withstand the required strength. എന്താണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ കേടുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വിചാരിച്ച ആ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത് എന്തിന് കിട്ടില്ല, ആ വെൽഡിന് കിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 സ്ട്രെങ്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, സ്ട്രെങ്ത് 100ലും കുറവായിരിക്കും. ഓക്കെ, നമ്മൾ വിചാരിച്ചിട്ടുള്ള സ്ട്രെങ്ത് എന്ത് ചെയ്യില്ല, ഡിഫക്റ്റ് ഉള്ള വെൽഡ് നമുക്ക് തരില്ല. അപ്പോൾ അതാണെന്ത് ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ വെൽഡിങ്ങിന് ഉണ്ടാകുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ കേടുപാടുകൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊരു പോയിന്റ് നോക്കാം. പ്രിവെൻറ്റിങ് ദ ഡിഫക്റ്റ് ബൈ ടേക്കിംഗ് പ്രോപ്പർ ആക്ഷൻ ബിഫോർ ആൻഡ് ഡ്യൂറിങ് വെൽഡിങ്. എന്താ പറയുന്നത്, പ്രിവെൻറ്റിങ് ദ ഡിഫക്റ്റ്, ഡിഫക്റ്റിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇല്ലാതാക്കാം. ടേക്കിംഗ് പ്രോപ്പർ ആക്ഷൻ, കൃത്യമായിട്ടുള്ള ആക്ഷൻ എപ്പോൾ എടുക്കണം, ബിഫോർ ആൻഡ് ഡ്യൂറിങ് വെൽഡിങ്, വെൽഡിങ് നടക്കുന്നതിന് മുന്നേയും വെൽഡിങ്ങിൻ്റെ ഇടയിലും നമ്മൾ കൃത്യമായിട്ടുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വെൽഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കാം. ടേക്കിംഗ് സം corrective actions after welding to rectify its effect which has already taken place. എന്താ പറയുന്നത്, ടേക്കിംഗ് സം കറക്റ്റീവ് ആക്ഷൻ, കുറച്ച് കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. എപ്പോഴാണ് എടുക്കേണ്ടത്, ആഫ്റ്റർ വെൽഡിങ്, വെൽഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഒരു വെൽഡ് ചെയ്ത് അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വെൽഡിങ്ങിൻ്റെ ഡിഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഡിഫക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിഫക്ട്സുകൾ നമുക്ക് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്സ് ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്ലാഗ് ഇൻക്ലൂഷൻ. എന്താണ് സ്ലാഗ് ഇൻക്ലൂഷൻ? ഇത് ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓരോ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ആ ഡിഫക്റ്റിൻ്റെ ഡെഫിനിഷനും എന്താണ്, ആ ഡിഫക്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, അതിൻ്റെ ഒരു ചിത്രം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്ലാഗ് ഇൻക്ലൂഷൻ, അണ്ടർ കട്ട്, പോറോസിറ്റി, ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ, ഓവർലാപ്പ്, അണ്ടർഫിൽ, സ്പാറ്റർ, എക്സസീവ് കോൺവെക്സിറ്റി, എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റ്, ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ, എക്സസീവ് പെനട്രേഷൻ. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽഡിംഗ് ഡിഫക്ട്സുകളാണ്. ഇനിയും ഒരുപാട് വെൽഡിംഗ് ഡിഫക്ട്സുകൾ എന്തുണ്ട്, നോക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട വെൽഡിംഗ് ഡിഫക്ട്സുകൾ എന്ന് പറയുന്നത്. സ്ലാഗ് ഇൻക്ലൂഷൻ, അണ്ടർ കട്ട്, അങ്ങനെ ഒരുപാട് എന്തുണ്ട് ഡിഫക്ട്സുകളുണ്ട്. ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. എക്സ്റ്റേണൽ ഡിഫക്റ്റ് എന്നും ഇൻറ്റേർണൽ ഡിഫക്റ്റ് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ്, ഒന്ന് എക്സ്റ്റേണൽ ഡിഫക്റ്റും പിന്നെ ഒന്ന് ഇൻറ്റേർണൽ ഡിഫക്റ്റും. എക്സ്റ്റേണൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ വെൽഡ് ചെയ്തതിൻ്റെ പുറത്തായിരിക്കും അതിൻ്റെ കേടുപാടുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇൻറ്റേർണൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഉള്ളിലേക്കായിരിക്കും എന്തുണ്ടായിരിക്കുക, കേടുപാടുകൾ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഈ അണ്ടർ കട്ട്, അതുപോലെ ഓവർലാപ്പ് എന്ന് തുടങ്ങിയത്, സ്പാറ്റർ തുടങ്ങിയവയൊക്കെ എന്താണ്, എക്സ്റ്റേണൽ ഡിഫക്റ്റുകളാണ്. സ്ലാഗ് ഇൻക്ലൂഷൻ, ലാക്ക് ഓഫ് ഫ്യൂഷൻ, ലാക്ക് ഓഫ് റൂട്ട് പെനട്രേഷൻ തുടങ്ങിയതൊക്കെ എന്താണ്, ഇൻറ്റേർണൽ ഡിഫക്ട്സ് ആണ്. ഇപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ, ഒന്ന് ഏതാണ് എക്സ്റ്റേണൽ, പിന്നൊന്ന് ഇൻറ്റേർണൽ ഡിഫക്ട്സ്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിഫക്ട്സുകളെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം സ്ലാഗ് ഇൻക്ലൂഷൻ എന്താ നോക്കാം. ഓക്കെ, സ്ലാഗ് ഇൻക്ലൂഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എന്താ നോക്കാം. സ്ലാഗ് or other non-metallic foreign materials entrapped in a welding. എന്താണ് പറയുന്നത്, സ്ലാഗ് അല്ലെങ്കിൽ അതർ നോൺ മെറ്റാലിക്. വെൽഡ് ചെയ്യുന്നത് മെറ്റൽസിനാണ് നമുക്കറിയാം. നോൺ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റൽ അല്ലാത്തത് എന്നുള്ള മീനിങ് ആണ്. സ്ലാഗോ അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, വെൽഡ് ചെയ്തതിൻ്റെ ഉള്ളിൽ വന്ന് പെടുകയാണ്. ഓക്കെ, സ്ലാഗ് എന്ന് പറയുന്ന മെറ്റീരിയലോ അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ആയിട്ടുള്ള
മെറ്റീരിയൽസ് നമ്മുടെ വെൽഡിൻ്റെ ഉള്ളിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പറയുന്നതാണ് എന്ത് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല്ലേ, സ്ലാഗ് ഇൻക്ലൂഷനാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോൺ ഷേപ്പിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ബ്ലാക്ക് ഡോട്ട് കാണാം. 3 ബ്ലാക്ക് ഡോട്ട്, ഇതാണെന്ത് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ സ്ലാഗ് അല്ലെങ്കിൽ നോൺ മെറ്റാലിക് പാർട്ടിക്കിൾസ് എന്താണ് നമ്മുടെ വെൽഡിങ്ങിൻ്റെ ഉള്ളിൽ പെടുന്നതിന് പറയുന്ന പേരാണ് എന്ത് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ഡോട്ട് കാണാം. വെൽഡിങ്ങിൻ്റെ ഇടയിൽ സ്ലാഗ് അല്ലെങ്കിൽ നോൺ മെറ്റാലിക് പാർട്ടിക്കിൾ പെട്ടിട്ടുള്ളതാണ് എന്ത് ഈ സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതേ ഒരു സംഭവം ഇപ്പോൾ അതൊരു കൃത്യമായിട്ട് വെൽഡ് ചെയ്തതിൻ്റെ ഒരു ചിത്രമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് കാണാൻ പറ്റും, ഇത് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഈ 3 എന്താണ് സ്ലാഗ് ഇൻക്ലൂഷന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് സ്ലാഗ് ഇൻക്ലൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ലാഗ് അല്ലെങ്കിൽ നോൺ മെറ്റാലിക്കൽ പാർട്ടിക്കിൾസ് എന്താണ് നമ്മുടെ വെൽഡിങ് ചെയ്തതിൻ്റെ ഉള്ളിൽ പെടുന്നതിന് പറയുന്ന പേരാണെന്ത് സ്ലാഗ് ഇൻക്ലൂഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ നോക്കാം. കോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതിൻ്റെ കോസ്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. ലോ ആംപറേജ്, നമുക്കറിയാം വെൽഡിങ് നമ്മൾ ആർക്ക് വെൽഡിങ് കറണ്ട് ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലോ ആംബിയറിലാണ് നമ്മൾ കറണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ലോ ആംബിയർ കറണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ഇംപ്രോപ്പർ ടെക്നിക്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് കൃത്യമായിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ എല്ലാ വ്യക്തികളുടെയും ടെക്നിക്സ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഇംപ്രോപ്പർ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടെക്നിക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട് സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണമാണ് ഇത് സ്ലോ ട്രാവൽ റേറ്റ്, നമ്മൾ വെൽഡ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് വളരെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ പോലും എന്തുണ്ടായിരിക്കും ഈ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രിവെൻഷൻ എന്തൊക്കെ നോക്കാം. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ, ആ കാരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ത് പ്രിവെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഉള്ളതാണ് ഇൻക്രീസ് ആംപിയർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെൽഡിങ്ങിൻ്റെ കറണ്ടിൻ്റെ ആംപിയർ എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും അല്ലേ. വെൽഡിങ് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പരിധി വരെ സ്ലാഗ് ഇൻക്ലൂഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻക്രീസ് ട്രാവൽ റേറ്റ്, വെൽഡിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ലാഗ് ഇൻക്ലൂഷൻ എന്നുള്ളത് ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിപ്പയർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഈ റിപ്പയർ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത് റിപ്പയർ എന്നുള്ളത്. എന്താ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക? റിമൂവ് ബൈ ഗ്രൈൻഡിങ്. നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പാർട്ടിക്കിൾസ് 3 ഡോട്ട് പോലെ കണ്ടിട്ടുള്ള സ്ലാഗിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്രൈൻഡിങ് ചെയ്തിട്ട് ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതർ മെക്കാനിക്കൽ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ഒഴിവാക്കാൻ സാധിക്കും. അതിനാണ് റിപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? റിമൂവ് ബൈ ഗ്രൈൻഡിങ് ഓർ അതർ മെക്കാനിക്കൽ പ്രോസസ്സ് വഴിയോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിങ്ങൾ നോട്ടിൽ വരയ്ക്കേണ്ട സ്ലാഗ് ഇൻക്ലൂഷൻ്റെ ചിത്രം കാണാൻ സാധിക്കും. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഡോട്ടുകൾ കാണാൻ പറ്റും. ഇതാണ് എന്ത് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സ്ലാഗ് ഇൻക്ലൂഷൻ? ഒന്നെങ്കിൽ സ്ലാഗ് അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്താണ് വെൽഡിൻ്റെ ഇടയിൽ പെടുന്നതിനാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയാം. അപ്പോൾ അത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഏതൊക്കെ രീതിയിൽ റിപ്പയർ ചെയ്യാമെന്നൊക്കെ നമ്മളിപ്പോൾ നോക്കി. ഓക്കെ, അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.